നാട്ടിൽ നടന്ന സാങ്കേതികമായ ഒരു പ്രശ്നത്തിന് ഇവിടെ വന്ന് വിശദീകരണം നൽകുന്ന യോഗമേ അല്ലത്. സംവിധായകനും പ്രൊഡ്യൂസറും അതിനെ സംബന്ധിച്ച് പറയും. സ്വാഭാവികമായിട്ടും നമ്മൾ അവസാനത്തെ സ്റ്റേജിലെത്തുമ്പോഴാണ് സെൻസർ ബോർഡിന് മുമ്പിൽ എത്തുക. കാരണം ആ സമയത്താണ് എല്ലാ സിനിമയുടെ എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടാണ് നമ്മൾ സെൻസർ ബോർഡിന് മുമ്പിലേക്ക് എത്തുക. ആ സമയത്താണ് നമ്മൾ പോലും ചിന്തിക്കാതെ ഇങ്ങനെ വിവാദം ഉണ്ടാവുന്നതും ഈ ഒരു പേരുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിവാദം. ഒരുപക്ഷെ സിനിമ കണ്ടിരുന്നോ? സിനിമ കാണുവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. എന്തുകൊണ്ടാണ് അവർ ആ ഒരു പേരുമായിട്ട് ഒരു വിഷയം ഉണ്ടാക്കിയത് എന്ന് സിനിമ കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു കണക്ഷൻ കിട്ടും. ഒരു മന്ത്രിയായതിന്റെ ഹുങ്കും പവറും ഈ സിനിമയ്ക്ക് വേണ്ടി ഞാൻ ഉപയോഗിക്കണമായിരുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്. വെരി സോറി. എൻ്റെ ഡ്യൂട്ടി എനിക്ക് നന്നായിട്ട് അറിയാം, എൻ്റെ റെസ്പോൺസിബിലിറ്റി എനിക്ക് നന്നായിട്ട് അറിയാം, എൻ്റെ ഓബ്ലിഗേഷൻ എനിക്ക് നന്നായിട്ട് അറിയാം. അത് വളരെ ലോയലായിട്ട് ഞാൻ ദൈവത്തോട് മാത്രം ഉത്തരം പറയുന്ന ആളാണ്. ആ ദൈവം എന്നോട് ചോദ്യം ചോദിച്ചിട്ടില്ല. കാരണം ചോദ്യം ചോദിക്കുന്ന തരത്തിൽ മാക്സിമം തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ടാവും. അതാർക്കാ പറ്റാത്ത? ഒരാളെ കാണിച്ചു തരാം തെറ്റ് പറ്റാത്ത. അത് പറ്റും. അത് നമ്മൾ തന്നെ ദൈവത്തോട് മാപ്പ് പറയും. നമ്മൾ കരഞ്ഞ് നമ്മുടെ പശ്ചാത്താപം അത് വഴി ചെയ്ത പാപം കഴുകിക്കളയും. അതൊക്കെ ആത്മാർത്ഥത ഉണ്ടാവണമെന്നേ ഉള്ളൂ. ഇതിനകത്ത് ആത്മാർത്ഥമായിട്ട് എനിക്ക് വർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ തലം ഏതാണെന്ന് ഞാൻ പറയാൻ പാടില്ല. പക്ഷെ പത്മകുമാറിന് ലഭിക്കാത്ത ഒരു ലീനിയൻസി ഞാൻ മന്ത്രിയായതുകൊണ്ട് എൻ്റെ സിനിമയ്ക്ക് ലഭിക്കാൻ പാടില്ല എന്ന് പറയുന്ന നിർബന്ധം എനിക്കുണ്ടാവുന്നത് സുതാര്യത വ്യക്തം. ഞങ്ങളെ സംബന്ധിച്ച് ഈ സിനിമ ഞങ്ങൾക്ക് തൃപ്തികരമായി ചെറിയ ചില വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ വലിയ വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് കോടതിയുടെ കൂടി ഒരു ഇടനിലക്കാരൻ എന്ന നിലയ്ക്ക് ഒരു സമ്മതം അവരുടെ വശത്തുനിന്നും ഞങ്ങളുടെ വശത്തുനിന്നും ഉണ്ടായി. ഇന്ന് അത് ജനങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങളെ സഹായിച്ച കോടതിയോടും ആ കോടതിയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് സെൻസർ ബോർഡിനോടും ഒരു ഒരു രമ്യതയുണ്ടായി. ഞങ്ങൾക്ക് തൃപ്തികരമായി ഇന്ന് തിയേറ്ററിൽ സിനിമ എത്തിക്കാൻ സാധിച്ചു. നമ്മൾ ഈ ബീറ്റിംഗ് അബൌട്ട് ബുഷ് എന്ന് പറയുന്നത് ഞങ്ങൾ എന്തുദ്ദേശത്തിനാണോ ഇവിടെ വന്നിരിക്കുന്നത്, ആ സിനിമയുടെ പ്രൊമോഷൻ, അത് കാശ് മുടക്കിയ പ്രൊഡ്യൂസർക്ക് ഒരു പക്ഷേ നഷ്ടപ്പെട്ടിരിക്കുന്നത് നമുക്ക് ഏതാണ്ട് ഒരു ഫ്രീ റൺ എന്ന് പറയാവുന്ന 2.5 ആഴ്ചയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അപ്പോൾ അത് നമുക്ക് തിരിച്ചു പിടിക്കാനുള്ള പ്രോസസ്സ്, അതിനുവേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഈ സിനിമയുടെ കഥ ഞാൻ ആദ്യം പറയുന്നത് അനുപമയോട് കൂടെ തന്നെയാണ്, വേറെ ആരോടുമല്ല. ഈ സിനിമയുടെ കഥ ആദ്യം പറയുന്നത് അനുപമയോടാണ്. അനുപമ 2018 ലാസ്റ്റ്, അതായത് 2019 സ്റ്റാർട്ടിങ്ങിലാണ് ഞാൻ അനുപമയുടെ അടുത്ത് ആദ്യം കഥ പറയുന്നത്. 2019 തൊട്ട് കഴിഞ്ഞ 6-7 വർഷമായിട്ട് ജാനകിയായിട്ട് തന്നെയാണ് അനുപമ എൻ്റെ കൂടെ നിൽക്കുന്നത് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അതിൻ്റെ ഒരു ഔട്ട്പുട്ട് സിനിമ കണ്ടവർക്കല്ലേ ജാനകിയെ പറ്റി ഗംഭീര അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. കാരണം അത്രയേറെ എഫേർട്ട് അനു ആ കഥാപാത്രത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അറിയുന്നത് അനുപമ പരമേശ്വരൻ എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് മലയാളത്തിന് നഷ്ടപ്പെട്ടു പോയി എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം മലയാളം വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടില്ല, അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പം ഇപ്പം തീർച്ചയായിട്ടും അനുപമയ്ക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് അനുപമ വളരെ ഭംഗിയായിട്ട്, അതാ പറഞ്ഞ ആത്മാവ് കൊടുക്കുക എന്ന് പറയും. ഒരു കഥാപാത്രം ഒരു എഴുത്തുകാരൻ എഴുതുന്ന സമയത്ത് കാണുന്ന കഥാപാത്രത്തിന് ആ ഒരു ജീവൻ നൽകുന്ന ആളാണ് ആർട്ടിസ്റ്റ്. അങ്ങനെ നോക്കുമ്പോൾ സിൻസിയറായിട്ട് ഞാൻ പറയാം, ഒരു എഴുത്തുകാരൻ സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ജാനകിക്ക് 100% ജീവൻ പകർന്നു നൽകിയിട്ടുണ്ട് അനുപമ. എന്നത് ഞാൻ ഭയങ്കര സന്തോഷവാനാണ്. പണ്ട് മുതലേ ഉള്ള ഒരു ശീലമാണ് അത്. ലാലിനും ഉണ്ട്. ലാല് പിന്നെ ഒരു നാണക്കാരനായതുകൊണ്ട് ചിലപ്പം അങ്ങനെ പുറത്തേക്ക് പതഞ്ഞു വന്നില്ല എന്ന് വരും. നമുക്കൊക്കെ ഇത് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ഉള്ള ആളാണ്. അതുകൊണ്ട് അദ്ദേഹം ഇപ്പോഴും ഇറങ്ങുന്നത് ഞങ്ങളുടെ ശീലത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതും കൂടി ആണ് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രോഡക്റ്റിൻ്റെ അവതരണ രീതി എന്ന് പറയുന്നത്. രംഗത്തിറങ്ങുക, വേദിയിൽ നിന്നാൽ പോരാ, നമ്മൾ വെർച്വലായി നിന്നാൽ പോരാ, റിയൽ ആവണം എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൻ്റെ സ്വഭാവമാണ്. അത് കാലഘട്ടത്തിൻ്റെ വിട്ട് ഞങ്ങൾ വളർന്നിരിക്കുന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. അവരുമൊക്കെ കുറച്ചുകൂടെ മെച്ചുവർ ആവണം, അങ്ങനെയൊക്കെ ആയിത്തീരും.